നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കെണിവെച്ചതെങ്ങനെ? ഹൻസി ഫ്ലിക്ക് ഇതുവരെ ഉവേഫ ചാമ്പ്യൻസ് ലീഗിൽ 3-0 പൊട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ടീം ഇന്ന് വരെ ഉവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിട്ട് ഒരു ഗോളെങ്കിലും അടിക്കാതെ കയറിയിട്ടില്ല. അതൊക്കെ അങ്ങ് തീർത്തു കൊടുത്തു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലിട്ടിട്ട്. എന്താ ചെയ്തത്? എന്തായിരുന്നു തന്ത്രം? ബാഴ്സക്ക് കെണിവെച്ചതെങ്ങനെ? എൻസോ മാരേസ്ക കളിക്ക് ശേഷം പറയുന്നുണ്ട്, ബാഴ്സലോണക്ക് വിത്ത് ബോളാണ് അവർ കൂടുതൽ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് അൺകംഫർട്ടബിൾ ഇഫ് ദേ ഡോണ്ട്. അവർക്ക് ബോൾ ഇല്ലെങ്കിൽ അവർ അൺകംഫർട്ടബിൾ ആകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, അവർ ബോൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന അതേപോലെ ഞങ്ങളും ബോൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഞങ്ങളുടെ കയ്യിൽ ബോൾ വെക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ 10 പേരായി അവർ ചുരുക്കി, ഞങ്ങൾ 11 പേരായതുകൊണ്ട് ആധിപത്യം പുലർത്തി എന്നൊന്നുമില്ല. 11 വേഴ്സസ് 11 ആയപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളായിരുന്നു നന്നായിട്ട് കളിച്ചിരുന്നത് എന്നാണ്. ഇത് ഒരു ബിഗ് വിന്നാണ്. കാരണം എതിർ ടീം ബാഴ്സലോണയാണല്ലോ, അവരെയാണല്ലോ ഞങ്ങൾ തോൽപ്പിച്ചത്. ഇപ്പോൾ നത്തിങ് ചേഞ്ച്ഡ് ഇൻ ടേംസ് ഓഫ് വാട്ട് ടീം വി ആർ ആൻഡ് വാട്ട് വി ക്യാൻ അച്ചീവ് ടുനൈറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് നോ മോർ ദാൻ ദാറ്റ് എന്നുകൂടി അദ്ദേഹം ചേർക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ വിജയം കൊണ്ട് മാത്രം എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റമുണ്ടായി എന്ന് കരുതുന്നുമില്ല എന്ന് എൻസോ മാരേസ്ക പറയുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തയാണ്. ഏതായാലും കഴിഞ്ഞ വേൾഡ് കപ്പിൽ PSG തോൽപ്പിച്ചതൊക്കെ വലിയ ആത്മവിശ്വാസം തങ്ങൾക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നുമുണ്ട്. എന്തായാലും മാരേസ്ക കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി. എതിരാളികൾക്ക് ബോൾ ഇല്ലാതാവുമ്പോൾ അവർ അൺകംഫർട്ടബിൾ ആകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, പണി കൊടുത്തു. അതാണ് സംഭവിച്ചത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.